ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം അഷ്ടമസർഗം ആരംഭം. ഏകദാ രാമകൃഷ്ണൻ ഏകഭാവേന സാദരം വിദ്യാഭ്യാസവിധാനാർത്ഥ ഉദ്യോഗിച്ചാരനാകുലം സാന്ദീപനിമുനിം ഗത്വാ വന്ദിച്ചാരവരഞ്ജസ തൽപ്രസാദേന ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാരശേഷമേ തരസാ സർവവിദ്യാനാം പരിജ്ഞാനമുപാഗതോ ഗുരുദക്ഷിണ ചെയ്യുവാനും ഒരുമ്പെട്ടാരനന്തരം. ഗുരുവാച ഗുരുസുതം പുരാ തീർത്ഥജലേമൃതം തിരഞ്ഞു ജലധിം ഗത്വാ വരുണാവാസമായയോ ഹത്വാ പഞ്ചജനം തത്ര പാഞ്ചജന്യം ഹരിച്ചുടൻ ഗത്വാ യമപുരം വേഗാൽ ലഭിച്ചു ഗുരുനന്ദനം. ഗുരുദക്ഷിണയും ചെയ്തു ഗുരുപുത്രേണ സാദരം തദനുഗ്രഹവും ലബ്ധ്വാ ഗമിച്ചു മധുരാപുരം. ഒരു നാളഥ ഗോവിന്ദൻ കരുണാമൃതവാരിധി ഗോകുലായ നിയോഗിച്ചാനാകുലേതരമുദ്ഭവം. ഗോപിമാരുടെ സന്താപം പറഞ്ഞധകളഞ്ഞുടൻ ഗോവിന്ദ സവിധം തന്നിൽ പ്രാപിച്ചാൻ പുനരുദ്ധവൻ. സൈരന്ധ്രിതൻ ഗൃഹം തന്നിൽ സ്വൈരം ചെന്നു ജനാർദ്ദനൻ മാരക്രീഡാ മഹാനന്ദം ആരംഭിച്ചാൻ നിശാന്തരേ. പുത്രനെ ജനയാമാസ തത്ര സാ കമലക്ഷണ അവനു പേരുപശ്ലോകൻ എന്നു ലോകേഷു വിശ്രുതം. ഉദ്ധവേന സമന്താവൽ ബദ്ധസ്നേഹമനോഹരം ചക്രപാണിയൊരുനാളിൽ അക്രൂരഭവനം യയോ. കുന്തിസുതാനാം വൃത്താന്തം എന്തെന്നറിവതിനുടൻ അക്രൂരനെ നിയോഗിച്ചാൻ അക്കാലം ദേവകീസുതൻ. ഭോജരാജവധം കേട്ടു കോപിച്ചു മഗധേശ്വരൻ പോരിനായി പുറപ്പെട്ടു ജരാസന്ധൻ മഹാബലൻ. മധുരാപുരമാസാദ്യ വളഞ്ഞാൻ ബഹുസേനയ മധുസൂദനൻ അന്നേരം പോരിനായി സമായയോ. രണ്ടു തേരുകൊടുത്തുട്ടാൻ അണ്ടർവോ നദി കൗതുകാൽ ഒന്നിൽ കരേറി താലങ്കൻ അന്യത്ര മധുസൂദനൻ. വിഷ്ണുസേനാപരിവൃതൻ കൃഷ്ണനും ബലഭദ്രനും പരാക്രമം തുടർന്നപ്പോൾ ജരാസന്ധനുമോടിനാൻ. പിടിച്ചു കൊല്ലുവാനായി തുടങ്ങി രോഹിണീസുതൻ അച്യുതാനു നയം കൊണ്ടങ്ങയച്ചാൻ അവനെ ക്ഷണാൽ. പിന്നെയും സംപ്രഹാരാർത്ഥം വന്നു മാഗധമാ മന്നവൻ പിന്നെയും തോൽക്കുമവണ്ണം കഴിഞ്ഞു പലവട്ടവും. 300 മതതൊണ്ണൂറ് അക്ഷൗഹിണി പടജ്ജനം കൊന്നൊടുക്കിയത് ഗോവിന്ദൻ അന്നൊന്നായിട്ടു മാഗധം. 18ാമതും ദുഷ്ടൻ വട്ടം കൂട്ടി വരും വിധൗ 3 കോടി ബലത്തോടെ യവനൻ താനുമായയോ. മ്ലേച്ഛ സൈന്യം വരും നേരം അച്യുതൻ നിജ വൈഭവാൻ സ്വേച്ഛയാ പശ്ചിമാബോധോ തീർപ്പിച്ചാൻ ദ്വാരകാപുരം. വിശ്വകർമ്മ മഹാശില്പി കൽപ്പിതം തൽപുരം വിശ്വമോഹനമായി വന്നു വിശ്വനായക പൗരുഷാൻ. മധുരാപുരവാത്സവ്യ മഹാവൃന്ദങ്ങളൊക്കവേ ദ്വാരകാനഗരം തന്നിലാക്കിനാൻ മധുസൂദനൻ. താനൊരുത്തൻ പുറപ്പെട്ടു ചെന്നു യവന സന്നിധൗ പേടി ഭാവിച്ചു ഗോവിന്ദൻ ഓടിനാൻ അടവിതടേ. കൊണ്ടൽ വർണ്ണന്റെ പിന്നാലെ മണ്ടിനാനാശു ബൗദ്ധനും കുളിച്ചു കുഹരം തന്നിൽ ഒളിച്ചു മധുസൂദനൻ. യവനൻ വിപിനം തന്നിൽ അവനെ തിരയും വിധു കുജിൽ കിടന്നുറങ്ങുന്നു
മുകുന്ദനെന്ന് കൽപ്പിച്ചു ചവിട്ടി മുചുകുന്ദനെ, അവനും യവനൻ തന്നെ തരസാ ഭസ്മമാക്കിനാൻ. നിദ്രാവസാനെ ഭൂപാലനദ്രിസാനുസമുദ്ധിതം ഭദ്രമാം വൈഷ്ണവം രൂപമദ്രാഷീദാഗ്രഭൂതലേ, ശംഖചക്രഗദാപത്മശോഭമാന ചതുർഭുജം ശ്രീവത്സകൗസ്തുഭോദാരവനമാലാ വിരാജിതം. ഇതി ചിത്രൂപമാലോക്യ സ്തുതിച്ചു മുചുകുന്ദനും, ലോകൈക ബീജഭൂതായ വൈകുണ്ഠായ നമോസ്തുതേ. ഇക്ഷ്വാകുകുലജാതൻ ഞാൻ ഭൂമാൽ കമലാപതേ, രക്ഷാശിഷ്ടാദി ദുഃഖങ്ങൾ കെളുതല്ലെന്നുറച്ചു ഞാൻ. അത്ര വന്നു ശയിക്കുന്നേൻ എത്ര നാളുണ്ടകം വിഭോ, പുത്രമിത്ര കളത്രാദി വിഷയാഗ്രഹമില്ലമേ. നിങ്കൽ ഭക്തി ഭവിക്കേണം സങ്കടം മമ തീരുവാൻ, നിങ്കഴൽക്കു വണങ്ങുന്നേ ശങ്കരാദിനിഷേവിലും. ഭക്തി നിങ്കൽ ഭവിക്കുമ്പോൾ മുക്തിമാർഗം വരും ദൃഢം, മുക്തശങ്കം ഭവൽപാദ ഭക്തിയങ്കലുദിക്കണം. ഭക്തി നിങ്കൽ ഭവിക്കുമ്പോൾ മുക്തിമാർഗം വരും ദൃഢം, മുക്തശങ്കം ഭവൽപാദ ഭക്തിയങ്കലുദിക്കണം. ത്വൽഭക്തജനഭക്തിമേ കൽപ്പിച്ചാകിലതും മതി, ത്വൽപാദസ്മരണ കൊണ്ടു മൽപാപം ശാന്തമായി വരും. ത്വൽഭക്തജനഭക്തിമേ കൽപ്പിച്ചാകിലതും മതി, ത്വൽപാദസ്മരണ കൊണ്ടു മൽപാപം ശാന്തമായി വരും. മുകുന്ദൻ മുചുകുന്ദനായി മുക്തിദാം ഭക്തിയേകിനാൻ, മധുരാപുരി മുക്കാശു വധിച്ചു ബൗദ്ധ സൈന്യവും. മാഗധൻ വന്നു യുദ്ധായ സന്നാഹം തുടരും വിധം, ജയമന്ത്യമവന്നേകി ഭയം ഭാവിച്ച മാധവൻ. ദ്വാരകാപുരമാഗമ്യ സ്വൈരം വാണു ജനാർദ്ദനൻ, നന്ദാദിവൃന്ദവും തത്ര വന്നു വാണു യഥാസുഖം. രേവതാത്മജയാകുന്ന രേവതി നാമ കന്യക, വിവാഹം ചെയ്തതിക്കാലം രോഹിണി നന്ദനൻ മുതാ. ഭീഷ്മകോ നാമ വൈദർഭൻ ഭീഷ്മബാഹുപരാക്രമൻ, പുത്രീ വിവാഹ സന്നാഹമത്ര കാലേ തുടങ്ങിന. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം